ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ അടുത്ത യാത്ര തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ സൈക്കിൾ എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ പോകുന്നത് ബസ്സിലാണ്. ബസ്സിൽ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. കാരണം ഇന്ന് പോകേണ്ടത് കുറച്ച് കാണേണ്ടത്, കുറച്ച് നാളായിട്ടൊന്ന് പോകണമെന്ന് ആഗ്രഹമുള്ള 2 സ്ഥലങ്ങളിലാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും കൂടെ നിന്നതിൽ സന്തോഷം. എല്ലാവരോടും വളരെയധികം നന്ദി പറയാനുണ്ട്. അപ്പോൾ ഞാൻ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. കൂടുതൽ വിശേഷവുമായി ഞാൻ വരുന്നതാണ്. ഓക്കെ. ഗൈസ്, ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ഈ ഒരു തട്ടുകടയിലേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ദോശയും ചട്നിയും പപ്പടവും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഇവർ വിളമ്പുന്നത് വാഴയിലല്ല, കാട്ടുകൂവാന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അതിൻ്റെ ഇലയിലാണ് ഇവർ വിളമ്പുന്നത്. ഇതാണ് ബുഹാരി ചേട്ടൻ. ചേട്ടാ, അപ്പം ഞാൻ പോട്ടെ. താങ്ക് യു കേട്ടോ, ഫുഡ് അടിപൊളിയായിരുന്നു. ശരി ചേട്ടാ. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ആന പരിപാലന കേന്ദ്രം. അതായത് ഇവർ കാട്ടാനയെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ ചെയ്യിച്ച് ഇത് ചെയ്യുന്നൊരു സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടത്. ഇത് കോട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കോട്ടൂരിൽ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഹലോ ബോയ്സ്, ഹലോ, എന്താ വിശേഷം? വാടാ, ഒരു മൈൻഡും ഇല്ല. ഞാൻ വന്ന ടൈം കറക്റ്റ് ടൈമാണ്. ആനകളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. എന്താ സുഖം, ഒന്ന് കിടന്നു കൊടുത്താൽ മതി. ആനസ്പാ. കാട്ടിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ടൊക്കെ നിൽക്കുന്ന ആനകളെയൊക്കെ ഇവരിവിടെ കൊണ്ടുവന്ന് പരിപാലിച്ച് അവരെ ട്രെയിൻ ചെയ്യിച്ച് നല്ല മിടുക്കന്മാരാക്കി എടുക്കും. കണ്ട, ആ ചേട്ടനൊന്ന് ഇത് പൊക്കി പിടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിന്, തുമ്പിക്കൈ പൊക്കി പിടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിന് പൊക്കി പിടിച്ചു കൊടുത്തു. തേച്ച് വെളുപ്പിച്ചെടുക്കണുണ്ടോ? ഹലോ, കുളിയൊക്കെ കഴിഞ്ഞാ? ഫ്രഷായാ? വാടാ. ഇത് 2.5 വയസ്സ് മാത്രം പ്രായമുള്ളവരെ കുട്ടിയാന. ഈ വേലി ഇട്ടേക്കുന്നുണ്ട്, കാണുന്നില്ല. പക്ഷേ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. 1 വയസ്സ് മാത്രമേ ഉള്ളൂ.
കഴുത്തിലൊരു മണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. പക്ഷെ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം കാണില്ല കൃത്യമായിട്ട്. എൻ്റെ കണ്ണൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ ശനിയും ഞായറും ഈ ആനകളുടെ പരേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 10-30 ആന ഒരാനയുടെ ബാക്കിൽ വാലിൽ പിടിച്ചിട്ട് മറ്റാന ബാക്കിൽ വാല് പിടിച്ച് അങ്ങനെ ഒരു 10-30 ആന അങ്ങനെ നടന്നു പോകുന്നൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശനിയും ഞായറും മാത്രമേ ഉള്ളൂ അത്. നമുക്കത് കാണാൻ പറ്റിയില്ല. എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു ശനിയും ഞായറും വന്നാൽ അതും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ, കാണാം. ഇതാണ് നെയ്യാർ ഡാമിലേക്കുള്ള എൻട്രൻസ്. പക്ഷേ ഒരു പറ്റി ഫ്രൈഡേ ഓപ്പൺ ആവുള്ളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുള്ളൂ ഇത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഈ ഒരു റോഡുണ്ട്. ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ ഒരു പാലമുണ്ട്, അവിടെ നിന്ന് ഡാം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ കണ്ട് പോട്ടെ ഞാൻ. ഇതാണ് നെയ്യാർ ഡാം. അങ്ങനെ വ്യൂവേഴ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഞാൻ വരാൻ ഉദ്ദേശിച്ച സ്ഥലം, ലയൺ സഫാരി പാർക്ക്. ഞാൻ ഏകദേശം ഈ റൈഡ് പുറപ്പെടുന്നതിന് മുമ്പ് ഫസ്റ്റ് എൻ്റെ ലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചതാണ് ഈ ലയൺ സഫാരി പാർക്ക്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ എൻ്റെ കൂടെ ഈ കാഴ്ചകൾ കാണാൻ? എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ആ ഭാഗത്ത്. ഇതിൻ്റെ മുകളിലൊരു ക്രോക്കഡൈൽ പാർക്ക് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒന്ന് ടൈം കളയാനായിട്ട് നമുക്കൊന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ദേ കിടക്കണ മക്കളെ, വാതുക്കെ തന്നെ ഒരു യമണ്ടൻ ക്രോക്കഡൈൽ. ഹലോ, സുഖമല്ലേ? നിങ്ങളോടാ ക്രോക്കോ. ഹലോ, എവിടെ?
ഇത് മിയാവാക്കി എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റിംഗ് ടെക്നിക്കാണ്. അതായത് പലതരത്തിലുള്ള മരങ്ങളുടെ, അതായത് പല സ്പീഷീസിലുള്ള മരങ്ങളുടെ തൈ നട്ട് വളർത്തുന്ന ഒരു ഏരിയയിൽ വളർത്തുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 142 ചെടികളും മരങ്ങളും ഉണ്ട്. പലതരത്തിലുള്ള, അതാണ് ഈ ബാക്കിലുള്ളത്. അവരുടെ നമ്പേഴ്സും ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഓരോ ചെടിയിലും ഓരോ മരത്തിലും ഓരോ നമ്പേഴ്സ് ഇട്ടിട്ട് അതിൻ്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, മിയാവാക്കി. അങ്ങനെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് അറിയാലോ. SSLC സ്പേസ് B, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സ്പേസ് ആയിട്ടുള്ള ബെൽ ബട്ടണും കൂടി അമർത്താം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷവുമായി നമുക്ക് കണ്ടുമുട്ടാം. ബൈ.